സംസ്ഥാന സർക്കാരിന്റെയും പൊന്നാനി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ജനപങ്കാളിത്തം കൊണ്ടും വികസന ആശയങ്ങളുടെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. സംസ്ഥാന സർക്കാരിന്റെയും പൊന്നാനി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള വികസന സദസ്സ് മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. വികസന സദസ്സ് പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനം രൂപപ്പെട്ടത് മുതൽക്ക് വളർത്തിയെടുത്തിട്ടുള്ള ഒരു വികസന സങ്കല്പം, ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ആ വികസന കാഴ്ചപ്പാട് ജനപക്ഷ വികസന കാഴ്ചപ്പാടാണ്. ആ ജനപക്ഷ വികസന കാഴ്ചപ്പാട് ഇപ്പോൾ എത്തി നിൽക്കുന്നതിൽ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോൾ എത്തി നിന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തും ഈ വികസന സദസ്സുകളോട് ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം, കേരളം 1957 ഗവൺമെന്റ് വന്ന ശേഷം ഐക്യ കേരളത്തിൻ്റെ സങ്കല്പമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭൂപരിഷ്കരണം. വികസനം എന്നത് സമൂഹത്തിന്റെ ആകെയായിട്ട് മാറണമെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാരുടെ കയ്യിൽ അവർക്കും ഇതിന്റെ പങ്ക് ലഭിക്കണം. നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെയും നഗരസഭാ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ വികസന, ക്ഷേമ, ടൂറിസം പദ്ധതികളുടെ ഡോക്യുമെന്ററി അവതരണവും നടന്നു. തുടർന്ന് ഹരിതകർമ്മസേന, ശാന്തി പാലിയേറ്റീവ് കെയർ, ബനിയാൻസ് ചെന്നൈ, ശുചീകരണ തൊഴിലാളികൾ, ക്ഷീരകർഷകർ, ആശാപ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ, വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി ദാനം ചെയ്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പ്രാദേശിക ചരിത്രകാരൻ TV അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ, ഡോക്ടർ സുൽഫത്ത, ചലച്ചിത്രതാരം സർഗം മുസ്തഫ, നഗരസഭ ഏർലി ഇൻവെൻഷൻ സെന്റർ ജീവനക്കാർ, പാലിയേറ്റീവ് കെയർ പ്രതിനിധി ഗ്രിഷ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വികസിത പൊന്നാനി 2023 പൊതുജനാഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിക്കുന്നതിനായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തവർ വൈവിധ്യങ്ങളായ വികസന പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, T മുഹമ്മദ് ബഷീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP മുഹമ്മദ് കുഞ്ഞി, പ്രൊഫസർ MM നാരായണൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ഓഫീസ് പ്രതിനിധി, നോഡൽ ഓഫീസർ പ്രേമൻ സംസ്ഥാന സർക്കാർ വികസനക്ഷേമ പദ്ധതികളും നഗരസഭാ സെക്രട്ടറി സജിറുൻ നഗരസഭയുടെ വികസനക്ഷേമ പദ്ധതികളും അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, പ്രവാസി സംഘടനാ പ്രതിനിധികൾ, വിവിധ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ, ജീവനക്കാർ, വനിതാ പ്രവർത്തകർ തുടങ്ങി 816-ൽ പരം ആളുകൾ വികസന സദസ്സിൽ പങ്കെടുത്തു.